ഹലോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക വിചാരിക്കണം. അപ്പോൾ നമ്മുടെ തമ്മിൽ കാണുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ കുറച്ച് ഖവായി ചാനൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സ്റ്റിക്കർ സ്റ്റാമ്പ്സ് ഉണ്ടാക്കും. നമ്മൾ പണ്ട് വിൻറ്റേജ് ജേണലിൽ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയില്ലേ, ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ്. ഒരു ചാർട്ട് പേപ്പറോ ഐവറി ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് കുപ്പിയുടെ മൂടി വെച്ചിട്ട് കുറേ റൗണ്ട്സ് വരച്ചു കൊടുക്കുക. അതിൽ എന്നിട്ട് പാസ്റ്റൽ കളേഴ്സോ അല്ലെങ്കിൽ ക്യാൻഡി കളേഴ്സോ ഇഷ്ടമുള്ള കളേഴ്സ് അടിച്ചു കൊടുക്കുക. പണ്ടേ ഞാനൊരു കളർ മിക്സിംഗ് വീഡിയോ ചെയ്തില്ലേ, അതിൽ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള കളർ എടുക്കുക, അതിൽ കുറച്ചല്ല കേട്ടോ, കുറച്ചധികം വൈറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാൻഡി കളേഴ്സ് കിട്ടും. അല്ലാണ്ട് ഇതെല്ലാം പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് ആ റൗണ്ട്സിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹാർട്ട്, ക്ലൗഡ്, ഫ്ലവേഴ്സ്, പിന്നെ സ്റ്റാർസ്, ലീഫ്, ഇമോജി, അങ്ങനെ എന്തൊക്കെയോ വരച്ചിട്ടുണ്ട്. സെയിം കളേഴ്സ് സെയിം റൗണ്ടിൽ വരക്കാൻ യൂസ് ചെയ്യാണ്ട് പല പല കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്നാലേ വല്ലതൊക്കെ കാണുള്ളൂ. പിന്നെ ഞാൻ ഇന്നുണ്ടാക്കുന്ന ജേണൽ സപ്ലൈസ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചധികം പെയിൻറ്റ് മിക്സ് ചെയ്ത് വെക്കാവും നല്ലത്. ബിക്കോസ് നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ പെയിൻ്റൊക്കെ ഒന്ന് തുടങ്ങിയതിന് ശേഷം ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല, വേറെ ഒന്നല്ല മിസ്സായി മോഡലോ വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് എനിക്ക് മടി ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കും. ഒരു കാലത്ത് യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന പരിപാടി. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. എനിവേസ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് പിക്ചർ ഡൗൺലോഡ് ചെയ്യുന്നു, റൂം ഇരുട്ടാക്കുന്നു, വരക്കുന്നു. മൊബൈലിൽ ട്രേസ് എടുത്ത് വരക്കാൻ ഇപ്പം ഞാൻ കുറച്ച് എക്സ്പെർട്ട് ആയതുകൊണ്ട് ഞാൻ പെന്ന് വെച്ചിട്ടാണ് വരക്കണത്. ആദ്യം കുറച്ച് തപ്പിപ്പെടുത്തുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, ഇതാകുമ്പോൾ ഇരട്ടിപ്പണിയില്ലല്ലോ. കുറേ പേര് എനിക്ക് പേപ്പർ കോപ്പി ആപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രേസ് എടുത്ത് വരക്കാൻ. പക്ഷേ എനിക്ക് എന്താണാവോ, ഇത് ശീലമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, അത് യൂസ് ചെയ്യാൻ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എനിവേസ് പിക്ചേഴ്സ് എല്ലാം ട്രേസ് എടുത്ത് വരച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഈ ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് ബണ്ണി എന്ന് പറഞ്ഞു. ബണ്ണി തന്നെ ആയിരിക്കുമല്ലേ. ഈ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്ന ഒരു റീസൺ ഉണ്ട്. എന്താണെന്നറിയോ? അത്ര വലിയ റീസണൊന്നുമല്ല കേട്ടോ. ഇതിനാകുമ്പോൾ കുറച്ച് പിന്നടിച്ചാൽ മതി. ഈ താത്ത എന്തൊരു ചളിയാന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? കുറച്ചൊക്കെ ചളിയാണ്. ഇപ്പം ചളി എന്താന്ന് അറിയാത്തവരുണ്ടാരെങ്കിലും. വേറൊന്നല്ല, ഈ തവിട് കൊടുത്ത് മേടിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ എന്താന്ന് കുറേ പേര് കമൻറ്റ് ഇപ്പോഴും ഇടാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. എനിവേസ് നമ്മൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ സ്റ്റിക്കർ ഉണ്ടാക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇടങ്ങറ് പിടിച്ച പരിപാടിയാണ്. അതായത് ആദ്യം കട്ട് ചെയ്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് പിന്നെയും കട്ട് ചെയ്ത് വല്ലാണ്ട് തലക്ക് ഭ്രാന്താവും. അതുകൊണ്ട് ഞാൻ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാൽ പോരെ. ഞാൻ ഇത്ര നാളുണ്ടാക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റിക്കേഴ്സ് എന്ന് വേണമെങ്കിൽ ഇവരെ വിളിക്കാം. കാരണം അത് അത്ര ക്യൂട്ടായിട്ടുണ്ട്. ഇതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അടുത്തത് ഞാൻ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. ഈ കവായി എന്ന് കളിക്കുമ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വരിക ആ ഗ്രിഡ് ലൈൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ആ ജേണൽസിൽ നിന്ന് കിട്ടിയ മാർക്കേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കുറേ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടെ കുറച്ച് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ കാണാനും വേറൊരു ലുക്കാണ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ലേബിൾസ് ആണ് ഉണ്ടാക്കുന്നത്. ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പം ചെറിയ ചെറിയ കോഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജസോ എഴുതി വെക്കാനുണ്ടെങ്കിൽ ഇതിൽ എഴുതി വെച്ചിട്ട് എവിടെയെല്ലാം കൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മടിയുടെ ചെറിയ അസുഖമുള്ള കാരണം ഞാനിത് പെന്ന് വെച്ചിട്ടാണ് വരച്ചത്. അതുകൊണ്ട് കവായി എന്നുള്ള ആ ഒരു തീമൊന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയോ എന്നൊരു സംശയം. നിങ്ങൾ ചെയ്യുമ്പോഴും കുറച്ച് ക്യാൻഡി കളേഴ്സൊക്കെ വെച്ചിട്ട് വരയ്ക്കാവും നല്ലത്. ഞാനിപ്പോൾ അവിടെ ക്ലൗഡ് പ്ലസ് ഫ്ലവർ പ്ലസ് കുത്തുകുത്ത് തന്നെയല്ലേ എനിക്ക് പറയാ. പഠിച്ചോനെ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഒരു തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ള ലേബിൾസ് നിങ്ങൾക്ക് പിൻട്രസ്റ്റ് നോക്കിയാൽ കിട്ടും. എൻ്റെ ഈ വർക്കിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണേ. പിന്നെ കുറേ കമൻറ്റ് കണ്ടും ഇനി തത്തിപ്പോൾ പഴയ പോലെയല്ല, മൊത്തത്തിൽ ചേഞ്ചായി എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയതിലാണോ നിങ്ങൾക്ക് ഞാൻ ചേഞ്ച് ആയ പോലെ തോന്നിയത്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഡ്രീം ടേബിളാണെന്നും പിന്നെ കുറേക്കാരോട് എനിക്ക് കുറച്ച് അസൂയുണ്ടും അവരുടെ ടേബിൾ കണ്ടിട്ട്. അപ്പോൾ പിന്നെ ജേർണൽസിൽ നിന്ന് ഇത്ര അധികം അടിപൊളി സാധനങ്ങൾ കിട്ടുമ്പം നമ്മുടെ ടേബിൾ ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ ആർക്കായാലും ഒരു കൊതി ഉണ്ടാവില്ലേ? അതത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയും. നിങ്ങൾ ചേഞ്ച് പറയുമ്പോൾ എന്ത് ചേഞ്ചാന്ന് എനിക്ക് പോലും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ടോപ്പിക്കിൽ ചെറുതായിട്ടൊന്ന് തെന്നി മാറി ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. എനിവേസ് ആ ലേബിൾസ് ഒന്ന് ക്യൂട്ടായി കിട്ടാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിൻ്റെ കോലാഹലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഒന്നുമില്ല, ആ ജേർണൽസിൽ നിന്ന് കിട്ടിയ മാർക്കേഴ്സ് വെച്ചിട്ട് ആ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് പോളറോയിഡ്സ് ഉണ്ടാക്കാം. ഇതിന് പോളറോയിഡ്സ് തന്നെയാണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേസ് ഞാൻ അതിൻ്റെ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത കാരണം അങ്ങനെ വിളിക്കുന്നു എന്നുള്ളൂ. അപ്പോഴേ കുറച്ച് റെക്ടാങ്കിൾസ് കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഇതുപോലെ മീൻസ് 3 സൈഡിൽ 0.5 സെൻറ്റിമീറ്ററും താഴെ ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കണം. നമ്മുടെ തീം കവായി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് ഒരു 5-6 പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡൂഡിൽസ് കിട്ടും. അത് നമ്മൾക്ക് ഇതിനുള്ളിലേക്ക് വരച്ചു കൊടുക്കാം. പിക്ചേഴ്സ് വരക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ വിൻറ്റേജ് ജേർണലിൽ ചെയ്ത പോലെ റൈറ്റിങ്സ് എഴുതി കഴിഞ്ഞാലും ഭംഗിയുണ്ടാവും. ആൻഡ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വാൾ പോസ്റ്റേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഉമ്മയുടെ സമ്മതം പ്രത്യേകം വാങ്ങണം, അല്ലെങ്കിൽ നല്ല അടി കിട്ടും. ഇതും ഞാൻ പെന്ന് വെച്ചിട്ടാണ് വരച്ചത്. നിങ്ങൾ കളർ പെൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ
നമ്മൾ സ്റ്റിക്കർ സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയില്ലേ ഫസ്റ്റ്, അതുപോലെ പെയിൻറ് വെച്ചിട്ട് പെയിൻറ് ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. നല്ല ഭംഗി ഇൻ ദ സെൻസ് കുറച്ചുകൂടി കവായി ആയിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. ഇതിൽ ഞാൻ ആദ്യം ഏതൊരു ജീവനെ വരച്ചു, പിന്നെ ഒരു കാറ് വരച്ചു, പിന്നെ ഞാനൊരു ക്രസൻ്റ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് വേറെ എന്തോ ഒരു ഷേപ്പായപ്പോൾ ഞാൻ മൊത്തത്തിൽ പെയിൻ്റ് അടിച്ചു. എന്നിട്ടൊരു സ്റ്റാറും കൂടി വരച്ചപ്പം ചെറുതായിട്ട് പാകിസ്ഥാൻ്റെ ഫ്ലാഗ് ആയോ എന്നൊരു സംശയം. കളറല്ലോട്ട് ഉദ്ദേശിച്ചത്, ആ ഒരു പിക്ചർ അതുപോലില്ലേ. പിന്നെ ഞാൻ അതിൽ എന്തൊക്കെയോ മനസ്സിൽ തോന്നിയത് എഴുതി കൊടുത്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഞാനൊരു മെസ്സേജ്, എന്തതിന് പറയാം, എൻവലപ്പ്, അതന്നെ, അത് വരച്ചു. ഒന്ന് ബ്ലാങ്കായി കിടക്കണ കാരണം അവിടെ എവിടെയും കുറച്ച് പൂക്കളും ചെടികളും ഇലകളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി വലിയ വലിയ പിക്ചേഴ്സ് വരക്കുകയാണെങ്കിൽ ഇത്ര ഒരു ബ്ലാങ്ക് ഫീലിംഗ് ഉണ്ടാവില്ല. ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തത് ഇങ്ങനെയൊന്നുമല്ല, പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായല്ലോ എന്താ സംഭവം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് വാഷി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഈ പേര് ഞാൻ തന്നെ ഇപ്പെട്ടതാണ്, ഇതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയില്ല. ഈ വീഡിയോയിൽ ഞാൻ പിന്നെ വേറെ വാഷി ടേപ്പ് ഒന്നും ഉണ്ടാക്കുന്നില്ല, കാരണം എത്രത്തോളം വാഷി ടേപ്പ് ഉണ്ടാക്കിയിട്ട് വെറുപ്പിക്കാൻ പറ്റണോ അത്രത്തോളം വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ വെറുപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിതിൻ്റെ പ്രാകും. അതുകൊണ്ട് കുറച്ച് പേപ്പർ സ്റ്റെപ്പ് എടുക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് കട്ട് ചെയ്തത്. വേണമെങ്കിൽ കുറച്ച് സിഗ്സാഗായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ വാഷി ടേപ്പിൻ്റെ ഒരു ലുക്കൊക്കെ കിട്ടും. ഒറിജിനൽ മീൻസ് അങ്ങനെ കീറിയെടുത്ത ഒരു ലുക്കില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം, പക്ഷേ ഭയങ്കര ബ്ലാങ്ക് ആയി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ്, അതായത് കുറച്ച് ഡൂഡിൽസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക, റൈറ്റിങ്സ് എഴുതി കൊടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റിക്കർ സ്റ്റാമ്പ്സ് വരച്ചപ്പം പെയിൻറ്റ് വെച്ചിട്ട് കുറച്ച് പിക്ചേഴ്സ് വരച്ചില്ലേ, അതുപോലെ ഇതിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയിൽ കിട്ടും. എനിക്ക് പിന്നെ മടി, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷി ടേപ്പ് പോലെ ആക്കാട്ടോ, അതായത് ഇങ്ങനെ നീളുന്ന പേപ്പറിൽ പെയിൻറ്റ് ഫുൾ അടിച്ചിട്ട് വരച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. പറഞ്ഞല്ലോ, നിങ്ങൾ വെറുപ്പിക്കേണ്ട വിചാരിച്ചിട്ട് മാത്രമാണ്. ഇതിൻ്റെ ഡ്രോയിങ് സ്കിൽസ് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് കേട്ടോ, കാരണം ഞാൻ ഈ ട്രേസ് എടുത്ത് വരക്കണ ആളായതുകൊണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രേസ് എടുക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. പണ്ട് ഇതിനേക്കാൾ നന്നായിട്ട് വരച്ചിരുന്നതായിരുന്നു. ഞാൻ നിങ്ങളാരെയും ട്രേസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യല്ലോ കേട്ടോ. നന്നായി വരക്കുന്നവരാണെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാം. വരക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ കളത്തരൊന്നും കാണിക്കാണ്ട് വരച്ച് പഠിക്കുക. ഇന്ത്യൻ്റെ അവസ്ഥ കണ്ടില്ലേ, പണ്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി വൃത്തിക്ക് വരച്ചിരുന്നായിരുന്നു. ഇപ്പോൾ ഒരു ബോ പോലും വരെയൊക്കെ വരക്കാൻ അറിഞ്ഞൂടാ. ബോ ഒക്കെ പിന്നെ സഹിക്കാം, പക്ഷേ സ്ട്രോബെറിനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ആരാൻ്റെ തലയിൽ തൊപ്പിയിട്ട പോലെയായിരുന്നു. തുപ്പിയിട്ട പോലെയല്ല, തൊപ്പി ക്യാപ്പ്. ഇതിനേക്കാൾ നന്നായിട്ട് പിന്നെ ഞാൻ പെയിൻറ്റ് വെച്ചിട്ടാണ് വരക്കാൻ തോന്നുന്നു. ഇതിപ്പോൾ പെന്ന് വെച്ചിട്ട് ആ ഫ്ലോക്കങ്ങോട് പോയി. എനിവേയ്സ് അത് അത്രേ ഉള്ളൂ ഇൻ ദ സെൻസ് വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഒരു ജേർണലിംഗും ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ബോറടിച്ചു എന്നറിയാം, എന്നാലും കുറച്ച് നേരം കൂടി അല്ലേ സൈക്ക്. ഈ ജേർണൽ സപ്ലൈസിലേക്ക് ആക്ച്വലി ഇനിയും ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യാം. എന്തൊക്കെ ഇനി ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തൊക്കെയോ ഞാൻ പറയണു. എനിവേയ്സ് ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ജേർണൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് തീം ജേർണലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഞാനൊരു പേർപ്പിൾ തീം ജേർണലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കണ്ടേക്കണേ. ആദ്യം നമ്മൾ പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു, പിന്നെ നമ്മുടെ പോളറോഡ് ഒട്ടിച്ചു, വാഷി സ്റ്റിക്കർ ഒട്ടിച്ചു, പിന്നെ സ്റ്റിക്കർ സ്റ്റാമ്പ് ഒട്ടിച്ചു, പിന്നെന്താ നമ്മുടെ ടെഡി ബിയറിനെ ഒട്ടിച്ചു, അതായത് സ്റ്റിക്കർ ഒട്ടിച്ചു. ഇപ്പോൾ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ എന്തോ ഒരു ചെറിയൊരു കോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ഇത്രയും നന്നായിട്ട് ജേർണലിങ് ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങടെ കൂടിയപ്പോഴാണ്. മറ്റേത് ഫുൾ ഒരു ബ്രൗൺ തീമിൽ ഏകദേശം എല്ലാം ഒരുപോലെ ആയിരുന്നു. ഇതിപ്പോൾ അത്ര അടിപൊളിയാണെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾ ഇതുപോലെ കവായ് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിക്ചേഴ്സ് അയച്ചാറണ്ട, അത് ചെയ്തിട്ട് ജേർണൽ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അയച്ചായോ, ഓക്കെ? ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഇഷ്ടപ്പെട്ടിട്ടുള്ള പല ആൾക്കാരും ലൈക്ക് ചെയ്യാതെ പോണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കടോ. ആൻഡ് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഇൻ ദ സെൻസ് ഞാൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, കമൻറ്റ് ബിലോ എന്ന്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ശരി, ബൈ. അടുത്ത ആഴ്ച വേറൊരു ലോങ് വീഡിയോ ആയിട്ട് എൻ്റെ ഇടയിൽ ചിലപ്പോൾ ഉണ്ടാവും, എന്നാലും അടുത്ത ആഴ്ച കാണാം, ഓക്കെ?